ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. ഡേറ്റ് വന്നിട്ടില്ല. കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷമേ ഡേറ്റ് ആവത്തുള്ളൂ. ഓഗസ്റ്റിലായിരിക്കും എന്നുള്ളൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് അല്ലെങ്കിൽ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇന്ന് പറയുന്നത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ അല്ലെങ്കിൽ പലരും ചിന്തിക്കും, ഇനിയിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാൽ എന്താണ് എൻ്റെ ഭാവി, അല്ലെങ്കിൽ എനിക്ക് റാങ്ക് ലിസ്റ്റ് കയറി കഴിഞ്ഞ് ജോലി കിട്ടുമോ? അപ്പോൾ അറിയണമെങ്കിൽ നമുക്കിതിന് മുമ്പുണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ അറിയണം. അഡ്വൈസ് എത്രത്തോളം പോയി, അതിൽ ഓരോരുത്തരുടെയും റാങ്ക് ലിസ്റ്റ് എത്ര പേരെ ഉൾപ്പെടുത്തി, അതിലെത്ര പേർക്ക് അഡ്വൈസ് പോയി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം. ഓരോ ജില്ലാതല പരീക്ഷയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഡിസ്ട്രിക്റ്റ് വൈസ് എക്സാമാണ്. ഇപ്രാവശ്യം നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പലരും ചോദിച്ചു. പ്രിലിംസ് ഉണ്ട്, പ്രിലിംസ് അല്ല, എക്സാമായിട്ടാണ്. ASM എക്സാം തന്നെയാണ് നടക്കുന്നത്, മെയിൻസ് എക്സാം തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ സിലബസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 892 പേരാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 892 പേർ. അതിൽ 331 പേർക്ക്, അതായത് മെയ് മാസത്തെ കണക്കനുസരിച്ചിട്ട് 331 പേർക്ക് ഇതുവരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ആ ലിസ്റ്റ് കാലാവധി തീരുന്നത് 25/5/2026. ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞു തുടങ്ങേണ്ടി വരും. നിങ്ങൾ പലരും ചിന്തിക്കുക 892 പേരിൽ 331 പേർക്കല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിലീഷൻ പോകുന്ന, അതായത് റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഡിലീഷൻ ആകുന്ന ഒരുപാട് പേര്, ഡിലീഷൻ കൊടുക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. ഒരുപാട് പോസ്റ്റുകളുണ്ട്, അതിലൊന്നാണ് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. കാരണം കുറേ പേര് LD ലിസ്റ്റിൽ വന്ന കുറേ പേര് ഇതിനകത്തുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പല ലിസ്റ്റുകളിലും വന്നിട്ടുള്ളവർ ഇതിനകത്തുണ്ടാവും. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യും? ഡിലീഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫിഗർ വച്ചിട്ട് ചിന്തിക്കേണ്ട. 892 പേരെ മെയിൻ ലിസ്റ്റ് കയറിയിട്ട് 331 പേരല്ലേ എടുത്തോളൂ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. മനസ്സിലാവും? ഒരുപാട് ഡിലീഷൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇനി അടുത്തത് നോക്കുക. കൊല്ലം ജില്ലയിൽ 910 പേര് റാങ്ക് ലിസ്റ്റ് വന്നു. 126 പേരെയാണ് എടുത്തത്. 126 പേർക്കാണ് അഡ്വൈസ് പോയത്. 1/6/2026 അതിൻ്റെ ലിസ്റ്റ് തീരുകയും ചെയ്യും. നമുക്കറിയാം, റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓരോ ജില്ലയും ഓരോ സമയത്താണ്. ഏകദേശം ഒരു 2-3 മാസത്തിനകത്ത്, അല്ലെങ്കിൽ ഒരു 2 മാസത്തിനകത്ത് എല്ലാ ജില്ലയുടെ ലിസ്റ്റും വന്നു കഴിയും. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം, ഡേറ്റിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ല 392 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 86 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 8/5/2026 തീരും. ആലപ്പുഴ 590, ആദ്യം വന്ന ലിസ്റ്റ് ആലപ്പുഴയായിരുന്നു. 599 പേരെ ഉൾപ്പെടുത്തി 131 പേർക്ക് അഡ്വൈസ് പോയി. 26/2/2026 ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി, മാർച്ച്, അല്ലെങ്കിൽ ഫെബ്രുവരി, മെയ്, ജൂൺ കാലഘട്ടത്തിൽ തീരുന്ന ലിസ്റ്റുകളാണ്. 2026 തീരണമെങ്കിൽ സ്വാഭാവികമായി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓഗസ്റ്റിൽ എക്സാം നടത്തണം, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എക്സാം നടത്തി ഷോർട്ട് ലിസ്റ്റ് വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മെയിലൊക്കെ വരണമെങ്കിൽ നമ്മളിപ്പോഴും മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ തന്നെ ആയിരിക്കും. ഓൾറെഡി നമുക്ക് എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്, ഓഗസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്ത കോട്ടയം ജില്ല 586 പേരെ ഉൾപ്പെടുത്തിയ ലിസ്റ്റിൽ നിന്നും 86 പേർക്ക് അഡ്വൈസ് പോയി. 14/5/2026. 537 പേർക്ക്, 504 പേരെ ഉൾപ്പെടുത്തി ഇടുക്കി ജില്ലയുടെ അവസാനം 37 പേർക്ക് അഡ്വൈസ് പോയി. 876 പേരെ ഉൾപ്പെടുത്തിയ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ എറണാകുളം ജില്ലയുടെ അവസ്ഥ 177 പേർക്ക് അഡ്വൈസ് പോയി. 598 പേരെ ഉൾപ്പെടുത്തിയ തൃശ്ശൂർ ജില്ല 117. ഇത് രണ്ടും ഒരു ദിവസം തന്നെയാണ് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. കാരണം രണ്ടും ഒരു ദിവസമാണ് റിസൾട്ട് വന്നത്. പാലക്കാട് ജില്ലയിലെ 112 പേർക്ക് അഡ്വൈസ് പോയി. 598 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മലപ്പുറം ജില്ലയിൽ 730 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. 155 പേർക്ക് അഡ്വൈസ് പോയി. കോഴിക്കോട് 752, 145, 752 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. 145 പേർക്ക് അഡ്വൈസ് പോയി. 27/4/2026 അതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത്. അതായത് 28/4/2023 നിലവിൽ വന്ന ലിസ്റ്റാണ്. നെക്സ്റ്റ് വൺ വയനാടാണ്. വയനാട് 51 പേർക്ക് അഡ്വൈസ് പോയി. 300 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. കണ്ണൂർ 598 പേര്, 598 എന്നുള്ള ഫിഗർ 2-3 ജില്ലയ്ക്ക് വന്നിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 598 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കണ്ണൂർ ജില്ലയിൽ 94 പേരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അഡ്വൈസ് പോയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ 27 പേർക്കാണ് അഡ്വൈസ് പോയത്. ഒരുപക്ഷെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് പോയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലായിരിക്കണം. 457 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 25/5/2026 അപ്പം
നമുക്ക് കറക്റ്റ് സമയമുണ്ട്. അപ്പോൾ ഈ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ജോലി കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതൊന്നും അല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വരാൻ കാരണം. ഇപ്പോൾ എത്ര പേർക്ക് അഡ്വൈസ് പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഫിഗറിൻ്റെ വേരിയേഷൻ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ഡിലീഷൻ പോകാനുണ്ടോ സാധ്യതയുണ്ട്. ഒരുപാട് പേര് ഡിലീഷൻ കൊടുക്കാനുള്ള സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. അതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യതയും വളരെ കൂടുതൽ. അപ്പോൾ 331 892 എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇനിയും സാധ്യതകളുണ്ട്, വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങുക. ഓഗസ്റ്റിലാണ് എക്സാമെങ്കിലും സെപ്റ്റംബറിലാണ് എക്സാമെങ്കിലും നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, പഠനം മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ലിസ്റ്റിൽ കയറാൻ കഴിയണം, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ എത്താൻ സാധിക്കണം, ജോലി എത്രയും പെട്ടെന്ന് ജോലി നേടാൻ സാധിക്കണം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിനു മുമ്പ് PSC മെൻറ്റർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ PSC മെൻറ്റർ എന്ന ടെലഗ്രാം ചാനൽ, അത്യാവശ്യം PDF നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മക്കളെ നമ്മൾ അതിനകത്താണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെയും മാക്സിമം എന്ത് ചെയ്യുക, കൂടുതൽ നിങ്ങൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുത്തുക. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, VFA, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS പോലുള്ള 10th 12th ലെവലിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. റെക്കോർഡ് ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KS മെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.